ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഡ് ടു ജോബ്. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റ് റിക്രൂട്ട്മെൻറ്റ് 2024 ആണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ് റിക്രൂട്ട്മെൻറ്റ് അതോറിറ്റി. 17th ഓഗസ്റ്റിനാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 80 വാക്കൻസീസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ കോർട്ട് അറ്റൻഡൻറ്റ് കുക്കിംഗ് നോയിങ്. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ പേരിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കുക്കിംഗ് നോയിങ്. അപ്പോൾ കുക്കിംഗ് നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലെവൽ 3 ഈ പോസ്റ്റ് വിളിച്ചിട്ടുള്ളത്. ബേസിക് പേ 21,700 പ്ലസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ അലവൻസും ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ ഗ്രോസ് വരുന്നത് 46,210 പെർ മന്ത്. ദ നമ്പർ ഓഫ് വാക്കൻസീസ് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്. ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ 10th സ്റ്റാൻഡേർഡാണ് മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത്. മിനിമം 1 year ഫുൾ ടൈം ഡിപ്ലോമ ഇൻ കുക്കിംഗ് or culinary arts from a recognized institute. അതും എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പീരിയൻസും കൂടി ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 3 years ഓഫ് കുക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ പ്രസ്റ്റീജിയസ് ഹോട്ടൽ. ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏജ് റിക്വയർമെൻറ്റ് 18 to 27 years ആണ്. അപ്പോൾ SC ST OBC ഫിസിക്കലി ചാലഞ്ചഡ് എക്സ് സർവീസ് വിഡോ ഡിവോഴ്സി ജുഡീഷ്യറി സെപ്പറേറ്റഡ് വിമൺ എല്ലാവർക്കും സെൻട്രൽ ഗവൺമെൻറ് തരുന്ന എല്ലാവിധ റിലാക്സേഷനും ഉണ്ടാവും. ദർ ഈസ് നോ ഏജ് ലിമിറ്റ് ഫോർ എംപ്ലോയീസ് സുപ്രീം കോർട്ട് ഹു ഹാവ് കംപ്ലീറ്റഡ് 3 years റെഗുലർ സർവീസ് ഇൻ ദ രജിസ്ട്രി. അതുപോലെ തന്നെ നോ റിലാക്സേഷൻ ഇൻ ഏജ് ലിമിറ്റ് വിൽ ബി അലൗഡ് ടു ദ കാൻഡിഡേറ്റ്സ് വർക്കിംഗ് ഇൻ അതർ ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ് ഓഫ് സെലക്ഷൻ ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. അതുകൂടാതെ പ്രാക്ടിക്കൽ ട്രേഡ് സ്കിൽ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഈ പോസ്റ്റിന് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി റിട്ടൺ ടെസ്റ്റിൻ്റെ സബ്ജക്റ്റ് നോക്കാം. റിട്ടൺ ടെസ്റ്റ് ജനറൽ നോളജ് വിത്ത് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് 30 മാർക്കായിരിക്കും. റിട്ടൺ ടെസ്റ്റ് ഓൺ കുക്കിംഗ് ഓർ കുലിനറി ആർട്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് 70 മാർക്കായിരിക്കും. കുക്കിംഗ് പ്രാക്ടിക്കൽ ട്രേഡ് സ്കിൽ ടെസ്റ്റും കൂടി ഉണ്ടാവും. അത് 70 മാർക്ക്. എല്ലാ സബ്ജക്റ്റും 60% മാർക്ക് വീതം നേടിയിരിക്കണം. അത് പാസ് മാർക്കാണ്. 60% മാർക്ക് ഇൻ ഈച്ച് കോമ്പണൻറ്റ്. അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. 30 മാർക്കാണ് ഇൻ്റർവ്യൂവിന്. അങ്ങനെ ടോട്ടൽ 200 മാർക്കിലായിരിക്കും ഈ ടോട്ടൽ എക്സാമിനേഷൻ. ഡ്യൂറേഷൻ ഓഫ് റിട്ടൺ ടെസ്റ്റ് 1.5 മണിക്കൂറാണ്. 90 മിനിറ്റ്സ്. ദർ വിൽ ബി നോ നെഗറ്റീവ് മാർക്ക്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഓൾ ഇന്ത്യ തലത്തിൽ 17 ടെസ്റ്റ് സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എറണാകുളം ഒരു സെൻറ്ററാണ്. അപ്പോൾ എല്ലാവരും എറണാകുളം പ്രിഫർ ചെയ്യുക, അതായിരിക്കും എളുപ്പം. കാൻഡിഡേറ്റ്സ് റിക്വയർ ടു ഇൻഡിക്കേറ്റ് ദെയർ ചോയ്സ് എഫ് എനി 3 ടെസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഏറ്റവും അടുത്തുള്ള 3 സെൻറ്റർ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിലേതെങ്കിലും ഒന്നിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഫൈനൽ സെലക്ഷൻ ഷോൾ ബി സം ഓഫ് ഒബ്ജക്റ്റീവ് ടൈപ്പ് റിട്ടൺ ടെസ്റ്റ് പ്രാക്ടിക്കൽ ട്രേഡ് സ്കിൽ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ ഓൾ ടുഗദർ സം ആയിരിക്കും ഫൈനൽ സെലക്ഷൻ ലിസ്റ്റിൻ്റെ. രജിസ്ട്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ 400 രൂപയാണ് ടോട്ടൽ ഫീ ആയിട്ട് വരുന്നത്. 200 രൂപ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിനാണ്. അതുപോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. 23/8/2024 മുതൽ 12/9/2024 വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ടു പ്രിപ്പയർ ആൻഡ് സെർവ് ഗുഡ് ക്വാളിറ്റി ഫുഡ് മീൽസ്. അടുത്തത് അറേഞ്ചിങ് ഗാർണിഷിങ് ആൻഡ് പ്ലേറ്റിംഗ് ഡിഷസ് ടു എ ഹൈ സ്റ്റാൻഡേർഡ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ വീഡിയോ ഉപകാരപ്പെടുക. കാരണം ഈ പോസ്റ്റ് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് രീതിയിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ്. ടു ചെക്ക് ആൻഡ് അവോയ്ഡ് വേസ്റ്റേജ് സ്പോയിലേഴ്സ്, ടു ക്ലീൻ ആൻഡ് മെയിൻറ്റെയിൻ ഡൈനിങ് ഏരിയ ഇൻക്ലൂഡിങ് ഡസ്റ്റിംഗ് ഓഫ് ഡൈനിങ് ടേബിൾ, ടു ഒബ്സർവ്. അപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കുക അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ ഏത് പോസ്റ്റിന് അപ്ലൈ ചെയ്യുവാണെങ്കിലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കി അപ്ലൈ ചെയ്യുക. കാരണം അതിൻ്റെ ഡ്യൂട്ടീസ് ആൻഡ് നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് വളരെ വ്യത്യാസം ഉണ്ടാവും. നോ TADA വിൽ ബി ഗിവൺ ടു കാൻഡിഡേറ്റ്സ്. അപ്പോൾ നമ്മളുടെ സ്വന്തം ക്യാഷിന് തന്നെ നമ്മൾ പോയി എക്സാം എഴുതേണ്ടി വരും. നോ അഡ്മിറ്റ് കാർഡ് വിൽ സെൻഡ് ഇറ്റ് ബൈ പോസ്റ്റ്. കാൻഡിഡേറ്റ്സ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡേറ്റ്സ് ഓഫ് റിട്ടൺ ടെസ്റ്റ് പ്രാക്ടിക്കൽ ട്രേഡ് സ്കിൽ ടെസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ
വിൽ ബി നോട്ടിഫൈഡ് ഇൻ ഒഫീഷ്യൽ വെബ്സൈറ്റ്. SMS ആയിട്ടും കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. കാൻഡിഡേറ്റ് വർക്കിംഗ് ഇൻ സ്റ്റേറ്റ് ഓർ സെൻട്രൽ ഗവൺമെൻറ് ഷാൾ ബി പ്രൊഡ്യൂസ്ഡ് NOC. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ അപ്ലൈ ചെയ്ത് തരുന്നതാണ്. ഇത് തികച്ചും സൗജന്യമാണ്. താങ്ക് യു.